നമ്മൾ അൽഹംദുലില്ലാ ഇന്നിവിടെ ഇന്ന് ഈ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെക്കേഷനാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ദീനിന് വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച ഒരു കൂട്ടം പെൺകുട്ടികളെയാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായൊരു വിഷയം തന്നെ വേണം ഡിസ്കഷനിൽ വരാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മളോട് ഡിസ്കഷനിൽ ചേരുന്നത് IGM സ്റ്റേറ്റ് കമ്മിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള നെദ നസ്രീൻ, ഐഷ ഹുദ, അസ്ന നാസർ എന്നിവരാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ജെൻഡർ ഇൻ മോഡേൺ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. അതായത് ആധുനിക കാലഘട്ടത്തിൽ ജെൻഡർ എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളിന്നിവിടെ ഇരിക്കുന്നതിൽ 95% ആളുകളും വിദ്യാർത്ഥിനികളായിരിക്കും. നമ്മളെല്ലാവരും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കോളേജ് ഉണ്ടാവാം, ഒരു സ്കൂൾ ഉണ്ടാവാം. ഞാൻ ഈ പറഞ്ഞ വിഷയം കേട്ടപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാഷണമോ ഒരു ചർച്ചയോ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും വീഡിയോവും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. കാരണം നമുക്കെല്ലാവരും എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥിനികളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ഈ ഒരു ലിബറലിസത്തിൻ്റെ പല മുഖങ്ങൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കോളേജിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എന്തിനാണ് കോളേജിൽ പോകുന്നത്? പഠിത്തം എന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളാണ്, ഫ്രീഡത്തിന് വേണ്ടി പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ഫ്രീഡം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രീഡം എന്താ? ഒന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കണം, അതുപോലെ നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ, അതൊക്കെയാണ് ഫ്രീഡം. പക്ഷേ ആ ഒരു മറവിൽ ഈ ഒരു ലിബറലിസത്തിൻ്റെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു തലത്തിലേക്കാണ് അവർ നമ്മളെ നയിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ ക്യാമ്പസിൽ 3 തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അതായത് പെൺകുട്ടി 3 സ്റ്റേറ്റിലുണ്ടാവും. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ അയ്യോ, ഞാൻ ഇത്രയും കാലം ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡൗട്ടുള്ള ആൾക്കാരായിരിക്കും. ശരിയാണോ തെറ്റാണോ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടേ, അന്ന് മിണ്ടാതിക്കാം, അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടാവും. മൂന്നാമത്തെ കാറ്റഗറി ഇതിനെപ്പറ്റി ക്ലിയർ കട്ടായിട്ടുള്ള അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതായത് ദീൻ എന്താണെന്ന് അറിയുന്ന ആളുകളുണ്ടാവും. അവർക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിലെ പെർസെൻറ്റേജ് എത്രയാണ് നമ്മുടെ കോളേജുകളിലൊക്കെ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡിസ്കഷൻ ഈ ഒരു വിഷയം വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ നമ്മളെല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിപ്പോൾ അത്ര വലിയൊരു വിഷയമൊന്നുമില്ലല്ലോ, അത് വലിയൊരു മാറ്റമൊന്നും കൊണ്ടുവരുന്നില്ല. പക്ഷെ അത് ഗ്ലോബലി കൊണ്ടുവരുന്ന മാറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ശരിക്കും ഞെട്ടും. അതായത് ആണുങ്ങൾ മൃഗങ്ങളെ പോലെ ആയിട്ട് നടക്കുകയാണ്. അവർക്ക് ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് സയൻസിൽ എവല്യൂഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാവുന്നത് എന്നുള്ളൊരു തിയറി. സ്റ്റഡീസ് പ്രകാരം അതിന് സപ്പോർട്ടും ഉണ്ട്, അതിനെ തള്ളിപ്പറയുന്ന ആളുകളുണ്ട്. പക്ഷെ മനുഷ്യൻ തിരിച്ചിപ്പോഴും നാൽക്കാലികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിനുള്ള എക്സാക്ട് എക്സാമ്പിൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. പക്ഷെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ശരിക്കും എന്താണ് ജെൻഡർ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ സുമയ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തത് അയച്ചു കണ്ടു അല്ലേ? അപ്പോൾ ഈ ജെൻഡർ അല്ലെങ്കിൽ സെക്സ്വാലിറ്റി ഇതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ടേംസാണ്. അപ്പോൾ ഈ ജെൻഡർ എന്ന് പറയുന്ന സംഭവം സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്, അതായത് നീ ഒരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ നീ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാതെ ഈ സമൂഹം തീരുമാനിച്ച് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുന്ന എന്തോ ഒരു സംഭവമാണ് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് വാട്ട് ഈസ് ജെൻഡർ എന്ന് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയും, നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ടൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ടോപ്പിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ഡെഫിനിഷനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ച് കേൾപ്പിക്കുന്നത്. Gender is a socially constructed concept that refers to the roles, behaviors, expressions and identities of people. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന സംഭവമാണ്, അതായത് ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൊസൈറ്റി നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിങ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയേഴ്സ് ഇതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുള്ള
അതായത് നമ്മളെ ആ ഭാഗത്തേക്ക് മാറ്റി, ഇത് ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റി എന്നാണ് ഇപ്പം മോഡേൺ ജെൻഡർ തിയറികൾ പറയുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ പൊതുവേ അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് കേട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജെൻഡർ എന്ന് പറയുമ്പം അത് നമ്മളിങ്ങനെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ ശാസ്ത്രപരമായിട്ട് നമ്മൾ ജൈവികമായിട്ട് നമ്മൾ മനുഷ്യന്മാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജെൻഡർ ഒന്നും ഇല്ലേ? നമുക്ക് പലപ്പോഴായിട്ട് ആശങ്ക തോന്നിയിട്ടുണ്ടാവും. കാരണം നമ്മുടെ ചുറ്റുമുള്ള ഡിസ്കഷൻസ് വരുന്നത് അത്തരത്തിലാണ്. അപ്പോൾ നമ്മൾ ശാസ്ത്ര വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മൾ ബയോളജി സ്റ്റുഡൻസ് എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ആൺ പെൺ വ്യത്യാസങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ജെൻഡർ തിയറിക്കാരെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്ത പ്രകാരം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആണുങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല, പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒന്നുമില്ല. ഈ വുമൺ അല്ലെങ്കിൽ നമ്മളൊക്കെ പെണ്ണുങ്ങളാണ് എന്നുള്ളത് തന്നെ എന്താണ്, അതൊക്കെ ഒരു തരം സമൂഹത്തിൻ്റെ ചിത്രീകരണമാണ്. ഇന്ന വിഭാഗത്തിലുള്ള ആളുകൾ പെണ്ണുങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? നമുക്ക് ബയോളജിക്കലി ജൈവികപരമായിട്ട് നമ്മൾ ആൺ പെൺ ആണ് എന്നുള്ള നമ്മൾ ആ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളൊന്നും ഇല്ലേ എന്നുള്ളതൊന്നും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. നമ്മൾ ഈ XY ക്രോമസോമുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ജനിക്കാൻ പോകുന്ന കുട്ടി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഈ XY ക്രോമസോമുകളുടെ അതിലുള്ള എണ്ണത്തിനനുസരിച്ചൊക്കെയാണ് അല്ലേ? നമ്മൾ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ തുടങ്ങി ക്രോമസോമുകൾ മുതൽ നമ്മളെ ശരീരത്തിലെ ഓരോ കോശവും വിളിച്ച് പറയുന്നുണ്ട് എന്ത്, നമ്മൾ ആണാണോ നമ്മൾ പെണ്ണാണോ എന്നുള്ള കാര്യം. ഇത് കേവലം നമ്മുടെ ഒരു തോന്നലുകൾക്ക് പിന്നാലെ നമ്മൾ തീരുമാനിക്കുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്ക് ശാസ്ത്രം പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ജെൻഡർ തിയറീൻ്റെ ബേസ് എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമായിട്ട് പ്രത്യേകിച്ച് സയൻസിൻ്റെ യാതൊരു പിൻബലവും ഇല്ലാതെ മുന്നോട്ട് വെക്കുന്നതാണ് എന്ത്, ഈ ജെൻഡർ തിയറികളുടെ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം വരുന്നത് അവിടെയാണ്. അപ്പം എനിക്ക് തോന്നുകയാണ്, ഇപ്പം ഞാനൊരു ആൺകുട്ടിയാണ് എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിച്ച് തരണം. ഓക്കെ, ഞാൻ ആൺകുട്ടിയാണ്, അത് നീ ഒരു ആൺകുട്ടിയാണ് എന്ന് എനിക്ക് അംഗീകരിച്ചത് തരുന്ന രൂപത്തിലേക്കാണ് നമ്മളെ സൊസൈറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ പിന്നെ BEd എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. നമുക്ക് 4th സെമസ്റ്ററിൽ പഠിക്കാനുള്ളൊരു പേപ്പറാണ് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ആ പേപ്പറിൽ നമ്മളെ അതായത് ഭാവിയിൽ അധ്യാപകരായിട്ട് വരാൻ പോകുന്ന ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടി, ആ കുട്ടി അവനിപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരു പെൺകുട്ടിയാണ് എന്ന് അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അത് ഉൾക്കൊള്ളണമെന്നും അവർ ആ രൂപത്തിൽ വിട്ടുകൊടുക്കണമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടി ഇത് എന്തിൻ്റെ ബേസിലാണ് പറയുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു കേവലമായ തോന്നലിൻ്റെ പുറത്താണ് ഞാനത് സംസാരിക്കുന്നത്. ഞാനൊരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ എന്ന് ഞാൻ പറയുമ്പം അത് നിങ്ങളൊന്നും അംഗീകരിച്ചത്. തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ പോലുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നില്ല. നമ്മളെ എഡ്യൂക്കേഷൻ പഠിക്കുന്ന അതായത് BEd സ്റ്റുഡൻസിനൊക്കെ നമ്മുടെ ക്ലാസ് മുറികളിൽ വെച്ച് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ വരുന്ന പാഠപുസ്തക പരിഷ്കരണ പദ്ധതിയൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതിലൊക്കെ ബയോളജി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജെൻഡറുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വളരെ അപകടകരമായ ആശയമാണ്. ഇപ്പം നമുക്ക് തോന്നും ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതായത് അവരിപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഈ ജെൻഡർ തിയറി പ്രകാരം അവർ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു ആശയം അവർ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ആശയം എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ എന്നെ ഒരു ബോയ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. എനിക്ക് വേണേൽ എന്ത് ചെയ്യാം, ഉച്ച സമയത്താകുമ്പോഴേക്ക് ഞാനൊരു ഗേൾ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഞാൻ എന്താണോ പറയുന്നത് അതാണ്, ഞാൻ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണോ അതാണ് എൻ്റെ ജെൻഡർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ കൃത്യമായിട്ട് എല്ലാവർക്കും കൃത്യമായ റിസർവേഷൻസും അതേപോലെ തന്നെ കൃത്യമായ ഓരോ സെഗ്രിഗേഷൻ നമ്മൾ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ആൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെയാണ് പരിഗണിക്കുക? നിങ്ങൾ എന്നെ ഏത് വിഭാഗത്തിലാണ് എന്നെ ഉൾപ്പെടുത്തുക? അപ്പോൾ അതിനുള്ള സംവിധാനമായിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് ആ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകമായിട്ടുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, പല ആപ്പിലേക്കൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് നമ്മളെ ജെൻഡർ ചോദിക്കുന്ന സമയത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലാതെ നമുക്ക് അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ചോയ്സുകൾ തരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ ശരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇപ്പം നമ്മൾ അമേരിക്കൻ അതേപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ
അവിടെ ഈ ജെൻഡർ ഡിസ്ഫോറിയ അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം, അതായത് നമ്മൾ ടീനേജിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഞാൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ, അതിനാണ് നമ്മൾ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത്. നമ്മൾ ജെൻഡർ ഏതാണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇങ്ങനൊരു സാഹചര്യം വരുന്ന എത്ര ഭീകരമായിരിക്കും. സ്വന്തം സത്വത്തെ തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ പ്രയാസപ്പെടും. അപ്പം ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇപ്പം നടക്കുമോ, അപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമ്മളെ മുന്നിലുണ്ട്. ഇത്തരത്തിൽ ജെൻഡർ ഡിസ്ഫോറിയൊക്കെ വരുന്ന കുട്ടികളുടെ എണ്ണം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് ഈ ജെൻഡർ ഡിസ്ഫോറിയയിലേക്ക് ആളുകൾ എത്തുന്നത്? അതായത് നിങ്ങൾക്ക് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇറ്റ്സ് എ ഗേൾ, ഇറ്റ്സ് എ ബോയ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ സ്റ്റാറ്റസ് ഇടാറില്ലേ? അപ്പോൾ ഈ ജെൻഡർ തിയറി പ്രകാരം നമ്മൾ അങ്ങനെ ഇടാൻ പാടില്ല. അതായത് അവരുടെ ബയോളജിക്കൽ സെക്സ്, അല്ലെങ്കിൽ നമ്മൾ മെയിൽ ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ ഓർഗൻ ആയിട്ടാണ് നമ്മൾ ജനിച്ചതെങ്കിൽ പോലും അവർ തീരുമാനിക്കട്ടെ അവരുടെ ജെൻഡർ എന്ന് പറയാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നു വരുന്ന സമയത്ത് അവരെ യാതൊരു വ്യത്യാസവും കൂടാതെ അവരെ വളർത്തി അവരൊരു തരത്തിലുള്ള കൺഫ്യൂഷനിലേക്ക് ആക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ ജെൻഡർ ഡിസ്ഫോറിയ പോലുള്ള സ്വത്വത്തെ തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഇന്ന് വളരെ ഭീകരമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഉണ്ടായി വരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ അതേപോലെ സുമയ്യ നേരത്തെ ഇവിടെ പ്ലേ ചെയ്തൊരു വീഡിയോ, സ്വന്തമായിട്ട് നമുക്ക് ജെൻഡർ തീരുമാനിക്കാമെങ്കിൽ ഞാനൊരു മനുഷ്യനേ അല്ല എന്ന് തോന്നുന്ന ആളുകളുണ്ട്. ഞാനൊരു മനുഷ്യനല്ല, ഞാനൊരു നായയായിട്ട് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു ആനയാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജീവിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവരെ ജീവിക്കാൻ വേണ്ടി നമ്മൾ സൊസൈറ്റി അനുവദിക്കുമോ? ഒരിക്കലുമല്ല. ഈ ആൺ പെൺ വ്യത്യാസങ്ങളുടെ, അതായത് അവരുടെ ജെൻഡർ, അവർ വേണമെങ്കിൽ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊന്നും അല്ലാത്ത കോലത്തിൽ അവർ ജീവിച്ചോട്ടെ എന്ന് പറയുന്നവർ പോലും എതിർക്കുന്ന കാര്യമാണ് എന്ത്, ഒരു നായയായിട്ട് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ആളുകൾ എതിർക്കുന്നു. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു ഇരട്ട താപം നമുക്കിതിൽ കാണാൻ പറ്റും. ഒരു വശത്ത് മനുഷ്യന്മാരുടെ കേസിക്ക് വരുമ്പം അത് അവരിഷ്ടമുള്ള തീരുമാനിച്ചോട്ടെ, പക്ഷെ മൃഗങ്ങളുടെ കാര്യത്തേക്ക് പോകുമ്പോൾ അത് അവരെന്ത് ചെയ്യരുത്, അതിന് വേണ്ടിയിട്ട് അതിനവരെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തന്നെ, ഈ അവയവങ്ങളൊക്കെ എനിക്ക് അധികമാണ് എന്ന് തോന്നുക, എന്നിട്ട് അത് മുറിച്ച് കളയാം. അപ്പം അത്തരത്തിലുള്ള ഭീകരമായ മനുഷ്യൻ്റെ തോന്നലുകൾക്കനുസൃതമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ മാറ്റുക. അപ്പോൾ ഞാൻ ആണാണെന്ന് തോന്നുന്നതിനനുസരിച്ച് എൻ്റെ മനസ്സിൻ്റെ തോന്നലിനെ ട്രീറ്റ് ചെയ്യാതെ ഞാൻ ഈ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ തോന്നലിനനുസരിച്ച് ഞാൻ മാറാം. നമ്മൾ പലപ്പോഴും എക്സാമ്പിൾ പറയലുണ്ട്, നമ്മളിപ്പോൾ കാലിനനുസരിച്ചുള്ള ചെരുപ്പാണ് സാധാരണ യൂസ് ചെയ്യുക അല്ലേ, നമ്മളെ കാലിൻ്റെ സൈസും കാര്യങ്ങളും. നമ്മളിപ്പോൾ ചെരുപ്പിനനുസരിച്ച് നമ്മളെ കാല് മാറ്റുന്നുള്ള അവസ്ഥ എന്താ? അത്തരത്തിൽ എന്താ പറയുക, നമുക്ക് യാതൊരു ലോജിക്കും ഇല്ലാതെ, സയൻസിൻ്റെ യാതൊരു പിൻബലവും ഇല്ലാതെ, വെറും തോന്നലുകളുടെ ബേസിൽ മാത്രം നിൽക്കുന്ന തിയറികളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ക്യാമ്പസുകളാവട്ടെ, നമ്മളെ സ്കൂളുകളാവട്ടെ, ഈ ഒരു തിയറിയാണ്. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ടോപ്പിൽ വന്നിട്ടുള്ളൊരു തിയറി ഞാൻ ഫസ്റ്റ് വായിച്ചു. അപ്പം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന തിയറി ഇതാണ്. നമ്മളെ കുട്ടികളെ സ്കൂളുകളിൽ മുതൽ, ഇനി നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, കാരണം നമ്മളെ ഒരു സ്കൂൾ ഏജ് കഴിഞ്ഞ ആളുകളാണ്. അപ്പം ഇനി വരുന്ന നമ്മുടെ അനിയന്മാരെയും അനിയത്തിമാരെയും സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കാൻ പോകുന്ന വലിയൊരു തിയറി ആണെന്ത് ഇപ്പം ഞാനിവിടെ സംസാരിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥിനികൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതിനെ ചോദ്യം ചെയ്യാനും അതിൻ്റെ പ്രശ്നങ്ങളെ തുറന്നു കാട്ടാനും നമുക്ക് കഴിയുമ്പോഴാണ്, പ്രത്യേകിച്ച് നമ്മൾ IGMകാർ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാടും ധാരണയും ഉള്ളവരായിട്ട് മാറണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യത്തിൽ നമ്മൾ സ്വന്തമായുള്ള ഒരു പഠനങ്ങൾ നമ്മൾ നടത്തുക ഇൻഷാ അല്ലാഹ്. അപ്പം ശരിക്കും ആണാണ് പെണ്ണാണ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ മുകളിൽ എന്തെങ്കിലും വേണം എന്നുള്ളതാണ്. സർവശക്തനായ പടച്ചോ നമ്മളോട് പറഞ്ഞിട്ട്, തീർച്ചയായും നിങ്ങളെ ഞാൻ ഏറ്റവും നല്ല ഘടനയോട് കൂടി സൃഷ്ടിച്ചു എന്നാണ് പടച്ചോ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ. നമുക്കെല്ലാതും ആക്കിയിട്ട് ഒരാണ് അല്ലെങ്കിൽ പെണ്ണ്, അയാൾക്ക് സർവൈവ് ചെയ്യാനുള്ള, അയാൾക്ക് ജീവിക്കാനുള്ള എല്ലാ ഘടനയോടെയും കൂടിയാണ് പടച്ചോ നമ്മളിങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് നമ്മളവിടെ ഇരുന്ന് നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കുന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് വെക്കുക, ഈ പറയുന്ന മനുഷ്യനേക്കാൾ ആ മനുഷ്യൻ്റെ തോന്നലുകൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലിസണേഴ്സ് ഉള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നദ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ശരിക്കും ഈ ജെൻഡർ എന്നുള്ള വേർഡ് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് LGBTQ. അതിലിപ്പോൾ +++ വന്നു തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ആണ് പെണ്ണ് എന്നുള്ളത് എടുത്തു കളയാനായിരിക്കണം. അതിൽ കൂടുതൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ജെൻഡർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങി. പണ്ട് നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ പറയല്ലേ, അമേരിക്കയിൽ അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ട് അത്രേ, ഇപ്പം അത്രേ ഇല്ല, ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ട്. സോ അത്രത്തോളം ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ വന്നു തുടങ്ങി. എന്താണ് ശരിക്കും LGBTQ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ച്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ സുമയ്യ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു LGBTQIA++ എന്നുള്ള ഈ ഒരു വിഷയം നമ്മൾക്ക് സുപരിചിതമാകാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ട് തുടങ്ങിയിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാലമായി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ വേൾഡ് ഓഫ് ലിമിറ്റ്ലെസ് റൈറ്റ്സ് എന്നുള്ള ഒരു ആശയമാണ് ഈ LGBTQ ആക്ടിവിസം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതായത് പരിമിതികളില്ലാത്ത അവകാശങ്ങളെ വകവെച്ച് കൊടുക്കുന്ന ഒരു ആശയധാരയായിട്ടാണ് ഈ ഒരു ആക്ടിവിസം നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും അറിയുമോ എന്നുള്ളത് അറിയില്ല, ഈ L എന്താണ്, G എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മളോടൊക്കെ പലപ്പോഴും നമ്മൾ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ, നമ്മുടെ കൂടെയുള്ള ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ പ്രൈഡ് പരേഡ് എല്ലാവർക്കും അറിയാനുണ്ടാവും. നമ്മുടെ പല ജൂൺ മാസത്തിലാണ് ഇത് നടക്കാറുള്ളത്. ഈ ഒരു ആക്ടിവിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു പരേഡ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ പലപ്പോഴും മുസ്ലിം വിദ്യാർത്ഥിനികൾ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയാണ് പലരും എന്ത് ചെയ്യുന്നത്, ഇതിൽ പങ്കെടുക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആവാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇതെന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. L എന്ന് പറയുന്നത് ലെസ്ബിയൻ ആണ്. സ്ത്രീകൾക്ക് സ്ത്രീയോട് തന്നെ ആകർഷണം തോന്നുന്ന ഒരു സെക്ഷൽ ഓറിയന്റേഷനെ പറ്റിയാണ് പറയുന്നത്. G എന്ന് പറയുന്നത് എന്താണ്, ഗേ, അതായത് പുരുഷനോട് തന്നെ ആകർഷണം തോന്നുന്നു. പിന്നെ മൂന്നാമത് ബൈസെക്ഷൽ, B എന്ന് പറയുന്നത് ബൈസെക്ഷൽ, അതായത് സ്ത്രീയോടും പുരുഷനോടും എന്താണ്, ഒരേപോലെ ലൈംഗിക ആകർഷണം തോന്നുന്നു. അപ്പോൾ ഈ 3 വിഷയങ്ങളും എന്താണ്, നമ്മുടെ സെക്ഷൽ ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ ഒന്നുള്ളത് എന്താണ്, ട്രാൻസ്ജെൻഡർ. നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പദം എന്താണ്, ട്രാൻസ്ജെൻഡർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ബയോളജിക്കലായി പൂർണ്ണമായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ആ സ്ത്രീക്ക് തോന്നുകയാണ്, മാനസികമായിട്ട് ഉള്ള ഒരു തോന്നൽ മാത്രമാണ് എന്ത്, ഞാൻ പുരുഷനാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക. അതുപോലെ ഒരു പൂർണ്ണമായിട്ടുള്ള ബയോളജിക്കലി ഉള്ള ഒരു പുരുഷന് തോന്നുകയാണ്, ഞാൻ സ്ത്രീയാണ്. അതായത് നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്ത്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇൻ്റർസെക്സ് ആണ്. അതായത് 2 സെക്സ് ഓർഗനുമായിട്ട് ജനിക്കുന്ന ആളുകൾ, സ്ത്രീയുടെയും പുരുഷൻ്റെയും സെക്സ് ഓർഗനോട് കൂടി ജനിക്കുന്ന ആളുകളാണ് ഇൻ്റർസെക്സ്. അപ്പോൾ എന്താണ്, ഒരു ഫിസിക്കലായിട്ടുള്ള കണ്ടീഷനാണ്. പിന്നെ ഈ ഒരു ടേം എന്താണ്, ഒരു അംബ്രല്ല ടേമാണ്. ഇതിൽ +++ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരുപാട് പോകുന്നുണ്ട്. അതായത് പലതരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓറിയൻറ്റേഷനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്ത് വരുന്നുണ്ട് ദിനം പ്രതി. നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ 3 LGB, ഈ 3 ടേമും നമ്മുടെ സെക്ഷുവൽ ഓറിയൻറ്റേഷനുമായി ബന്ധപ്പെട്ടതും, ട്രാൻസ്ജെൻഡർ എന്നത് ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടതും, ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനുമാണ്. അതായത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം നമുക്കറിയാം, വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക് എന്താണ്, വ്യത്യസ്ത പരിഹാരങ്ങളാണ് ആവശ്യം. പക്ഷേ നമുക്ക് മുമ്പിൽ ഈ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് ഒരൊറ്റ പരിഹാരം മാത്രമാണ്. അതായത് ഇങ്ങനെയുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം തോന്നലുകൾ മനസ്സിലുണ്ടാകുന്ന ആളുകൾക്ക് മുമ്പിൽ പ്രധാനമായിട്ടുള്ളത് 2 പരിഹാര മാർഗങ്ങളാണ്. അതായത് ഒന്ന്, നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളെ ശരീരത്തിനെ മാറ്റുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ശരീരത്തിനനുസരിച്ച് നമ്മളെ തോന്നലുകളെ മാറ്റുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളത്. എന്താണ്, നമ്മുടെ ശരീരം എന്നുള്ളത് എന്താണ്, പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ആ ശരീരത്തിനനുസരിച്ച് നമ്മുടെ തോന്നലുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ. പക്ഷേ ഈ ആക്ടിവിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു സൊല്യൂഷനുള്ള സാധ്യതയെ തള്ളിക്കളയാണ്. പകരം എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ്, ഞാൻ ഒരു പുരുഷന് സ്ത്രീയായി തോന്നിയ എന്ത് ചെയ്യുക, ആ പുരുഷൻ്റേതായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാളുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യുക, ഒരു സ്ത്രീയായിട്ട് മാറുക എന്നാണ് പറയുന്നത്. ഇത്തരം സർജറികൾക്ക് പറയുന്നത് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി അല്ലെങ്കിൽ ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി. ഇത്തരം ഓപ്ഷനുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ആക്ടിവിസം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള ആളുകൾ പോയി ചെയ്യുന്നത്, ഒരുപാട് ചിലവുകളുള്ള സർജറിയാണിത്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്,
അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചതാണ്. ഈ സൃഷ്ടിച്ച നമ്മളെ ശരീരത്തിന് ഒരു ഡോക്ടറിനും എന്ത് ചെയ്യാൻ കഴിയില്ല, പൂർണ്ണമായിട്ടും ഒരു പുരുഷനെ സ്ത്രീയാക്കി മാറ്റാനോ സ്ത്രീയെ പുരുഷനാക്കി മാറ്റാനും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സർജറികൾ ചെയ്യുന്നതിന് ഒരുപാട് ചിലവ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പൂർണ്ണമായും ആരോഗ്യവാനായിട്ടുള്ള ഒരാളെന്ത് ചെയ്യുക, ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആലോചിക്കാം, നമ്മളിപ്പോൾ ഇവിടെയുള്ള 100 ആൾക്കാരെടുക്കുക. അപ്പോൾ അതിൽ ഒരു 80 ആൾക്കാർ ഈ ഒരു ആശയത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്തായിരിക്കും നമ്മളെ സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു സർജറിക്ക് വിധേയനായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അയാളുടെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. കാരണം അയാളുടെ സെക്സ് ഓർഗൻ എന്ത് ചെയ്യാണ്, സർജറി ചെയ്തുകൊണ്ട് മാറ്റാണ്. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അയാൾ ഉദ്ദേശിച്ച ആ ഒരു സെക്ഷുവാലിറ്റിയിലേക്ക് അയാൾക്ക് മാറാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ എന്താണ്, അടുത്തൊരു തലമുറ ഇവിടെ ഉണ്ടാകുന്നതിൽ ഒരു ക്രൈസിസ് ഇവിടെ രൂപപ്പെടുകയാണ്. അത് നമ്മളെ സമൂഹത്തിന് എന്താണ് വ്യക്തമായിട്ടും എന്താണ് ബാധിക്കും എന്നുള്ളത് നമ്മളൊന്ന് ലോജിക്കലായിട്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പിന്നെ ഉള്ളത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹോർമോൺ തെറാപ്പി എടുക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് കൗൺസിലിങ്ങുകളിലൂടെയോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടോ മാറാവുന്ന നമ്മുടെ തോന്നലിനെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങേയറ്റം വഷളാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് ഈ ഒരു ആക്ടിവിസ്റ്റുകളുടെ ഒരു സ്വാർത്ഥതയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് ചോദിക്കാറുണ്ട്. നമ്മൾ മനുഷ്യത്വ വിരുദ്ധമായിട്ടല്ലേ പെരുമാറുന്നത്, കാരണം ഇത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. കാരണം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന ഗവേഷണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ആക്ടിവിസ്റ്റുകൾ തടയുന്നുണ്ട്. നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ എന്താണ് അവൈലബിൾ ആണ്. ഡോക്ടർ മിഷേൽ ക്രിറ്റല എന്ന് പറഞ്ഞൊരു പീഡിയാട്രിഷ്യൻ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒരു 85% കേസ് ജെൻഡർ ഡിസ്ഫോറിയയും കൗൺസിലിങ്ങുകളിലൂടെ മാറ്റാൻ കഴിയുന്നതാണ്. അതായത് ജെൻഡർ ഡിസ്ഫോറിയ, നമുക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവുക, ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള രീതിയിൽ ഒരു സംശയം ഉണ്ടാവുക. അപ്പോൾ ഇതെന്താണ്, ഇതിന് പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് നമ്മളൊരു കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ കഴിയുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ രീതിയിൽ കൗൺസിലിംഗ് കൊടുത്ത് മാറ്റുക എന്നുള്ള ഒരു കാര്യത്തിനെ ഇന്നത്തെ സമൂഹത്തിൽ എന്തല്ല അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എന്താണ്, ഈ ആളുകൾ സർജറിക്ക് വിധേയമാവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ആളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അവരുടെ ആരോഗ്യം എന്താണ് പറ്റേ ഒരു അബദ്ധമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ sexchangeregret.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാം എന്ത്, ഒരുപാട് ആളുകൾ അത് ഒരു തോന്നലിൻ്റെ പുറത്ത് തൻ്റെ ശരീരത്തിനെ സർജറി ചെയ്ത് മാറ്റിയതിന് ശേഷം തിരിച്ച് താൻ ഏത് സെക്ഷുവാലിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുടെ കഥകൾ നമുക്കതിൽ വായിക്കാം. അപ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള ആളുകൾ ഇതിന് ശേഷം ഡിപ്രഷനിലേക്കും അങ്ങനെയുള്ള മാനസികപരമായ പ്രശ്നങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ മൈക്ക് ഡേവിഡ്സൺ എന്ന ഒരു സെക്സോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം ഈ ഒരു LGBTQIA+ കമ്മ്യൂണിറ്റിയിൽ ഒരു അംഗമായിരുന്നു. പിന്നെ തിരിച്ച് തൻ്റെ സെക്ഷുവാലിറ്റിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇതിലുള്ള അപകടങ്ങളൊക്കെ മനസ്സിലാക്കി ഗേ കൺവേർഷൻ തെറാപ്പി സെൻറ്ററുകൾ തുടങ്ങി. പക്ഷേ ഈ ആക്ടിവിസ്റ്റുകൾ എന്ത് ചെയ്തു, ഈ സെൻറ്റർ പൂട്ടിക്കളഞ്ഞു. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കെന്നറ്റ് ജെ ബേക്കർ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ്, APAയിലുള്ള മെമ്പറാണ്, അതുപോലെ ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് ജെൻഡർ ഡിസ്ഫോറിയ ചികിത്സിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു സെൻറ്ററും എന്ത് ചെയ്തു, ഈ ആക്ടിവിസ്റ്റുകൾ പൂട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു ഉദാഹരണങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഡെബ്രാസോ ഉണ്ട്, അതുപോലെ തന്നെ ജെയിംസ് കാസ്പിൻ. അപ്പോൾ ഇവരൊക്കെ എന്താണ്, റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ വിഷയത്തിൽ. അതായത് ഒരാൾ തൻ്റെ സെക്ഷുവാലിറ്റിയിൽ നിന്ന് മാറി ഒരു സർജറി ചെയ്തു തിരിച്ചിങ്ങോട്ട് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന, ഡീട്രാൻസിഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ പറ്റിയുള്ള പഠനം തുടങ്ങി. പക്ഷേ ഈ റിസർച്ചുകളുടെ ഫണ്ടിങ് തടയുക, അതുപോലെ തന്നെ ഈ റിസർച്ച് തടയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആക്ടിവിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ ആരാണ് ഇങ്ങനെ തോന്നുന്ന ആളുകൾക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെ തടയുന്നതിലൂടെ ഇവരെന്താണ് ചെയ്യുന്നത്, ഇത്തരം ആളുകളോട് മനുഷ്യത്വ വിരുദ്ധമായി പെരുമാറുന്നത് ഈ ഒരു ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് സത്യം.
ഇനി നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ ഇതിനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീയുടെ ഇടങ്ങളായിട്ട് മാത്രമുള്ള പല സ്ഥലങ്ങളും എന്താണ് ഇന്ന് പുരുഷൻ്റേത് കൂടിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു വാർത്തയാണ്, ലോക നീന്തൽ താരമായിട്ടുള്ള ലിയ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അദ്ദേഹം എന്താണ് ശരിക്കും ബയോളജിക്കലി ഒരു മെയിലാണ്, പക്ഷേ സ്ത്രീകളുടെ മത്സര ഇനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്ത് 1ാം റാങ്ക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സ്ത്രീകൾക്കുള്ള അവസരങ്ങളാണ് തട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ LGBTQIA+ ആക്ടിവിസ്റ്റുകളൊക്കെ ഇത്തരം തോന്നലുകളുള്ള ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് അവരോട് ദ്രോഹമാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിസിബിൾ ആയിട്ടുള്ളൊരു വിഭാഗമാണിത് ഹോമോസെക്ഷൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ കല്യാണം കഴിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ലൈംഗിക വൈകൃതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മളെ സമൂഹത്തിൽ അധികരിക്കുന്നത് വഴി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ അധികരിക്കുന്നുണ്ട്. അതുപോലെ ഈ HIV ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളിൽ സാധാരണ ആളുകളിൽ ഉള്ളതിനേക്കാളും 28% കൂടുതലാണുള്ളത്. അതുപോലെ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ആശയധാരകൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം അരാജകത്വങ്ങൾ നമ്മളെ സമൂഹത്തെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തേണ്ടത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, വെൽ സെഡ്. ഇനി നമ്മൾ പെൺകുട്ടികളാണല്ലോ, നമ്മളെല്ലാവരും ഫെമിലിയറായ മറ്റൊരു വേർഡുണ്ട്, ഏതായിരുന്നു? ഫെമിനിസം എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് 2024 ജീവിക്കുന്നത്. ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ ഡ്രീംസ് അക്കംപ്ലീഷ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ റേപ്പ് കേസസ് കൂടുന്നുണ്ട്, അബ്യൂസസ് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ ചൂഷണങ്ങൾ കൂടുന്നുണ്ട്. ഇതൊക്കെ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതിൻ്റെ എണ്ണം പണ്ടത്തെക്കാളും ഡേ ബൈ ഡേ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തായാലും എന്താണ് നമുക്കതിൻ്റെ ഒരു സൊല്യൂഷൻ വേണം. ബിക്കോസ് എവറി പ്രോബ്ലം ഡിസേർവ്സ് എ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വെസ്റ്റേൺ കൾച്ചറിനെ എന്ത് അഡോപ്റ്റ് ചെയ്തത്? ഫെമിനിസം അഡോപ്റ്റ് ചെയ്തത്. ശരിക്കും ഈ വക പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള സൊല്യൂഷനാണോ ഫെമിനിസം എന്നുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സുമയ്യ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഏറെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഫെമിനിസം എന്നുള്ളത്. ഒരുപാട് കാലങ്ങളായിട്ട് പലതരത്തിൽ നമ്മൾ ഈ വാക്കുകളെ കേൾക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഫെമിനിസം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഉത്തരം എന്താണ്? സ്ത്രീ പുരുഷ സമത്വവും അതുപോലെ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവൾക്ക് സ്വാതന്ത്ര്യം നൽകാനും വേണ്ടിയാണ് ഫെമിനിസം വാദിക്കുന്നത് എന്നാണ് നമ്മളിലുള്ള ഒരു പൊതുധാരണ. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഫെമിനിസത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇന്നത്തെ ഈ ആധുനിക ഫെമിനിസം നമ്മളോട് എന്താണ് പറഞ്ഞു വെക്കുന്നത്? നമുക്കറിയാം, കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ വാക്ക് സോഷ്യൽ മീഡിയകളിലൂടെയും ഇൻസ്റ്റഗ്രാം റീൽസുകളിലൂടെയും ഒക്കെ പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും എഴുതുകയും പറയുകയും നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ ആധുനിക ഫെമിനിസം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഗുരുതരമായ ആശയങ്ങളിൽ ഒന്നാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്. അതായത് നമ്മളോട് പറയുന്നത്, നിങ്ങൾ പുരുഷന്മാരെ പോലെ സംസാരിക്കുകയും നിങ്ങൾ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കുകയും നിങ്ങൾ പുരുഷന്മാരെ പോലെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ സ്ട്രോങ് ആവുന്നതും ബോൾഡ് ആവുന്നതും എന്നുള്ള ഒരു മിഥ്യാധാരണ ഫെമിനിസം നമ്മളിൽ കുത്തിവെച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ അടിമകളായി തീർന്നിട്ടുണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ഫെമിനിസം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ 18-ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ സമയത്ത് ഒരുപാട് മെഷീനുകൾ കണ്ടുപിടിച്ച സമയത്ത് പുരുഷന്മാരെ തൊഴിലിടങ്ങളിൽ മതിയാകാതെ വന്നു. അതായത് പുരുഷന്മാർ മാത്രം ജോലി ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ആളുകളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്ത്രീകളെ കൂടി തൊഴിലിടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുകയും അവരെ അവിടെ ജോലിക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ സ്ത്രീകൾ വീടുകളിൽ അനുഭവിച്ചിരുന്ന ഗാർഹിക പീഡനങ്ങൾ തൊഴിലവസരങ്ങളിലും തൊഴിൽ മേഖലകളിലും അവർ അനുഭവിക്കേണ്ടി വരികയാണ് ഉണ്ടായത്. നമുക്കെല്ലാവർക്കും ഇന്ന് 18 വയസ്സായി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലേ?
അതിൽ സ്ത്രീക്ക് ഇത്ര വയസ്സ് അല്ലെങ്കിൽ പുരുഷൻ ഇത്ര വയസ്സ് എന്നില്ല. സ്ത്രീക്കും പുരുഷനും തുല്യമായി വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്നുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വോട്ട് അവകാശമോ സ്വത്ത് അവകാശമോ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമോ ഒന്നുമില്ലാതെ വീടകങ്ങളിൽ അവർ ഭാരമേറിയ ജോലികൾ ഒരുപാട് സമയം ചെയ്യേണ്ടി വരികയും അതിയായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ തൊഴിലിടങ്ങളിലേക്ക് ഇറക്കി അവിടെയും ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടായത്. ആ സമയത്താണ് ഒരു കൂട്ടം സ്ത്രീകൾ ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കുകയും അങ്ങനെയാണ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമിൽ ഇത് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഈ ഫെമിനിസം പിന്നീട് പല വേവുകളായിട്ട് മാറുന്നുണ്ട്. അതിലെ ആദ്യത്തെ വേവിലാണ് സ്ത്രീ അനുഭവിച്ചിരുന്ന യാതനകൾക്കും വേദനകൾക്കും പ്രയാസങ്ങൾക്കുമെതിരെ അവൾ ശക്തമായി സംസാരിച്ചു തുടങ്ങിയത്. അവൾക്ക് വിദ്യാഭ്യാസം നേടണമെന്നും സമൂഹത്തിൽ പുരുഷനുള്ള പോലെ തന്നെ വിദ്യാഭ്യാസം നേടാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം അവൾക്കുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി പോരാടുകയും സ്വത്തവകാശം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതാണ് ആദ്യത്തെ വേവുകളിലെ ഫെമിനിസത്തിൽ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ വേവുകൾ ഇങ്ങനെ മാറി വരുന്നതിനനുസരിച്ച് ഫെമിനിസത്തിൻ്റെ രൂപവും ഭാവവും മാറി വരുന്നുണ്ട്. രണ്ടാമത്തെ വേവിലെ ഫെമിനിസത്തിൽ പറയുന്നത് ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് തോന്നുമ്പോൾ ആ കുട്ടിയെ അബോർട്ട് ചെയ്യാനുള്ള അവകാശം സ്ത്രീക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സ്ത്രീ എത്ര കുട്ടികളെ ഗർഭം ധരിക്കണം എന്നുള്ളത് ആ സ്ത്രീയുടെ മാത്രം അവകാശമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ സ്ത്രീക്ക് ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുകയോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത് ഒരു സ്ത്രീയല്ല എന്ന് തോന്നുകയോ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിൽ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സുകളും എനിക്ക് വേണം എന്ന് അവകാശപ്പെടാൻ തുടങ്ങുന്നത് ഈ രണ്ടാമത്തെ വേവിലാണ്. മൂന്നാമത്തെ വേവ് ഫെമിനിസത്തിലാണ് നേരത്തെ പരാമർശിച്ചിട്ടുള്ള ജെൻഡർ ഫ്ലൂയിഡിറ്റി വരുന്നത്. അതായത് ഒരു സമയം എനിക്ക് ഞാൻ ആണാണെന്നും അടുത്ത സമയം ഞാൻ പെണ്ണാണെന്നും തോന്നിയാൽ എൻ്റെ ചുറ്റുമുള്ള സമൂഹം അത് അംഗീകരിക്കണം എന്നാണ് മൂന്നാമത്തെ വേവ് ഫെമിനിസത്തിൽ പറയുന്നത്. ഈ മൂന്നാമത്തെ വേവിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചിമമാൻഡ അഡിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഫ്രിക്കൻ എഴുത്തുകാരിയും ഒരു ഫെമിനിസ്റ്റും ഉണ്ടായിരുന്നു. അവരൊക്കെ മൂന്നാമത്തെ വേവിലാണ് അവരുടെ ഓരോ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ നാലാമത്തെ വേവ് എത്തിയപ്പോഴേക്കും സമൂഹത്തിലേക്ക് കൂടുതലായി ഫെമിനിസത്തിൻ്റെ ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിലേക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് ലിബറലിസത്തെയും LGBTQനെയും കൂടുതലായി പ്രോത്സാഹിപ്പിക്കുകയും ഫെമിനിസത്തിൻ്റെ രീതി മാറി വരികയും ചെയ്യുന്നത്. ഫെമിനിസം നമുക്ക് മുന്നിൽ വെക്കുന്ന പരിഹാരം യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സഹായകമാവുകയാണോ അതോ സ്ത്രീകളെ വീണ്ടും അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ആലോചിക്കേണ്ട വിഷയം. ഈ ഫെമിനിസം ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ഫെമിനിസം നമ്മുടെ മുമ്പിൽ വെക്കുന്ന രണ്ട് പ്രത്യാഘാതങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്നാമത്തത് ആൻറ്റി മെൻ മൂവ്മെൻ്റ് ആണ്. അതായത് സ്ത്രീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം പുരുഷനാണ് എന്നും പുരുഷൻ ഏത് മേഖലയിലൊക്കെ സ്ത്രീയുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം പുരുഷൻ സ്ത്രീയെ ചൂഷണം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും മാത്രമായിട്ടാണ് എല്ലാ പുരുഷന്മാരെയും ഒരുപോലെ ജനറലൈസ് ചെയ്തുകൊണ്ട് പുരുഷന്മാർക്കെതിരെ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ ആധുനിക ഫെമിനിസം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ആൻറ്റി റിലീജിയസ് മൂവ്മെൻ്റ് ആണ്. അതായത് പൊതുവെ ലോകത്തുള്ള എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധ മതമാണെന്നും അവർ സ്ത്രീകൾക്ക് വേണ്ടി ഒരു തരത്തിലും വാദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. മതങ്ങൾ തന്നെ എന്താണ് പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെട്ടതും പുരുഷന്മാരുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചാണ് മതത്തിൻ്റെ നിയമങ്ങൾ ഉള്ളത് എന്നുമാണ് ഫെമിനിസം നമ്മോട് പറയുന്ന രണ്ടാമത്തെ കാര്യം. ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീ അവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്ത് പ്രശ്നം വന്നാലും അത് പുരുഷന്റെ മേലാണ്. പുരുഷന്മാർ പൂർണ്ണമായും ഇതിൽ തെറ്റുകൾ ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്നോ പറയുന്നില്ല. പക്ഷേ എല്ലാ പുരുഷന്മാരെയും ജനറലൈസ് ചെയ്തുകൊണ്ട് പുരുഷന്മാരാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നുള്ള തരത്തിലാണ് ഫെമിനിസം ഈ ഒരു ആശയത്തെ നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പം അത്തരത്തിൽ നമ്മളേറെ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് ഫെമിനിസം എന്നുള്ളത്. കൂടുതൽ വായിക്കുക, പഠിക്കുക. അപ്പോൾ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് അബ്സല്യൂട്ട് ഈക്വാലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. അപ്പോൾ എന്തായാലും സൊല്യൂഷൻ വേണം. അപ്പോൾ ഈ ഒരു ആബ്സല്യൂട്ട് ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഒരാണിനും പെണ്ണിനും ഒരുപോലെ ട്രീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാകും യൂണിസെക്ഷൽ യൂണിഫോം കൊണ്ടുവന്നത്, അതുപോലെ തന്നെ കോമൺ വാഷ്റൂം ആക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണോ നമുക്ക് വേണ്ടത്? എന്തായാലും നമുക്ക് ഈക്വാലിറ്റി വേണം, അല്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ വേണം. പക്ഷേ ആബ്സല്യൂട്ട് ഈക്വാലിറ്റി ആണോ ഇവിടെ ശരിക്കും അപ്രോപ്രിയേറ്റ് ആയത്?
ഇപ്പം നേരത്തെ അസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഫെമിനിസം നമ്മളെ മുന്നിലേക്ക് വെക്കുന്ന വലിയൊരു അബദ്ധമായിട്ട് വരുന്നത് അബ്സല്യൂട്ട് ഇക്വാലിറ്റീനെ ഫെമിനിസം വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പം ഈ സദസ്സിലുള്ള ആളുകൾ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ വാദിച്ചിട്ടുള്ളതും നമ്മൾ പലപ്പോഴായിട്ട് നമ്മളെടുത്തുനിന്ന് വന്നിട്ടുള്ള കുറേ ഡയലോഗ്സ് ഉണ്ട് അല്ലേ, അവർക്ക് എന്താ അങ്ങനെ ചെയ്തിട്ട്. ഇപ്പോൾ ബോയ്സിനൊക്കെ വെച്ച് നമ്മൾ അധിക സമയവും നമ്മൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്, എന്താണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഉമ്മമാരുടെ ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാ, ഓൻ ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും വിടൂലേ. അപ്പോൾ നമ്മളെ ബ്രദറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചോദിക്കുക, അപ്പോൾ എനിക്ക് ഇവിടെ പോകാൻ പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നെങ്ങനെ പിടിച്ചു വെച്ചോളൂ, അവനക്ക് എവിടെ വേണമെങ്കിലും പോകാം. നമ്മളൊക്കെ പരാതിയായിട്ടൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. അതിൽ തുടങ്ങി വലിയ വലിയ മേഖലകളിലേക്ക് എത്തുന്നത് വരെ എന്തുകൊണ്ട് എനിക്ക് അവനെ പോലെ ആയിക്കൂടാ, അല്ലെങ്കിൽ ഒരു പുരുഷനെ പോലെ എനിക്ക് ആവണം, ആ രൂപത്തിലുള്ള തോന്നലുകൾ നമ്മളെടുത്ത് വരുന്നത് ഈ അബ്സല്യൂട്ട് ഈക്വാലിറ്റിയുടെ കുറേ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയത് കൊണ്ടായിരിക്കണം. കാരണം എന്താണ്, സ്ത്രീയും പുരുഷനും ഒരേപോലെ ജീവിക്കേണ്ടവരാണ്, അവർ രണ്ടുപേരും ഒരേപോലെയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർക്കിടയിൽ ഒരു വേർതിരിവ് നടത്തുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള പല സാധനങ്ങളും നമ്മളിടയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികപരമായിട്ടും നമ്മളിപ്പോൾ ജൈവികപരമായ ഘടന എടുക്കുകയാണെങ്കിൽ തികച്ചും വ്യത്യസ്തരായിട്ടുള്ള അള്ളാഹുവിൻ്റെ രണ്ട് സൃഷ്ടികളാണ് സ്ത്രീയും പുരുഷനും. അപ്പോൾ നമ്മൾ ഇവർക്കിടയിൽ അവരുടേതായിട്ടുള്ള പ്രിവിലേജുകൾ അനുഭവിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും, അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മളുടെ പ്രകൃതത്തിനനുസരിച്ച് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ, സൗകര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ പ്രഗ്നൻസിൻ്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ മാസം നമുക്ക് വരുന്ന പീരീഡ്സുകളുടെ ടൈമിലാണെങ്കിലും ഒക്കെ നമുക്ക് കുറേ വിശ്രമവും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമായി വരുന്ന സമയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് മെൻസ്ട്രൽ ലീവുകൾ തരുന്നത്? നമ്മുടെ കോളേജുകളിലെ ബോയ്സിന് 75% അറ്റൻഡൻസ് നിർബന്ധമാണ് അല്ലേ, എക്സാം അറ്റൻഡ് ചെയ്യാൻ. അതേസമയം നമ്മൾ പെൺകുട്ടികൾ അതിൽ 2% നമുക്ക് ഇളവുണ്ട്. കാരണം എന്താണ്, ഈ മെൻസ്ട്രൽ ലീവ് നമ്മളെ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരളത്തിലെ ഒരുവിധ എല്ലാ യൂണിവേഴ്സിറ്റികളും നമുക്ക് ആ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? നമ്മൾ ശാരീരികപരമായ നമ്മൾ ഈ വ്യത്യാസതകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു ലീവ് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതേ ആളുകൾ തന്നെ നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിരോധാഭാസമാണ്. അതിൻ്റെ മറ്റൊരു വശമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരേപോലെ പരിഗണിക്കുന്ന സ്ത്രീയും പുരുഷനെയും ഒരേപോലെ പരിഗണിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് പുരുഷന് നമ്മൾ ആ ലീവ് കൊടുക്കുന്നില്ല? പുരുഷന്മാർക്ക് അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും ലീവ് ഉണ്ടോ? സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പാരൻസ് ആയി കഴിഞ്ഞാൽ അവർക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തെ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ അതേസമയം ഒരു സ്ത്രീക്ക് 6 മാസം മുതൽ 1 വർഷം വരെ എന്ത് ചെയ്യാം, മെറ്റേണിറ്റി ലീവുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇത് ഇവരുടെ വ്യത്യാസമാണ്. നമുക്ക് അതേപോലെ ബസ്സിൽ റിസർവേഷൻസ്, എന്തുകൊണ്ടാണ് ബസ്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം റിസർവേഷൻ, സ്ത്രീകൾക്ക് അതേപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്? കാരണം അത് അവരർഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ അബ്സല്യൂട്ട് ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള റിസർവേഷനുകൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എല്ലാ ആളുകളെയും ഒരുപോലെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ, തുല്യ അവസരം എല്ലാ ആളുകൾക്കും കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. പൊക്കെ പോട്ടെ, നമ്മുടെ നാട്ടിൽ നമ്മൾ APL BPL സിസ്റ്റങ്ങളുണ്ട് അല്ലേ. നമ്മൾ റേഷൻ കാർഡുകളൊക്കെ പല കളേഴ്സിലുള്ള കാർഡുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള റിസർവേഷൻസ് നൽകുന്നത്? അതിലൂടെ എന്ത് കാര്യമുണ്ട്? ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പരിഗണിക്കണം. നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ, ഇവിടെ എല്ലാവരും തുല്യരല്ലേ. തുല്യരാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് വരുന്ന സാമ്പത്തികമായി വിവിധ തട്ടുകളിലാണ് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിവിധ തട്ടുകളിലുള്ള ആളുകളെ എല്ലാ പോരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്താൽ ശരിയാവില്ല. അതൊരു ശരിയായ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ സാമൂഹിക ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായ സാമൂഹിക ജീവിതത്തിന് അനുയോജ്യമായ കാര്യമല്ലേ അല്ലേ. ഓരോരുത്തരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ പല വിഭാഗങ്ങൾക്കും നമ്മളെ കോളേജുകളിൽ റിസർവേഷൻ, നമ്മൾ അഡ്മിഷൻ്റെ സമയത്തൊക്കെ നമുക്ക് കാണാം. ഇപ്പം വ്യത്യസ്ത വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻസ് ഉണ്ട്. അതിപ്പോഴും നിലനിർത്തുന്നു. അത് എന്തിനാണ് അങ്ങനെ നിലനിർത്തുന്നത്? ആ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് ഒരുപാട് സാധ്യതകൾ, കുറച്ചുകൂടി അവസരങ്ങൾ അവരിലേക്ക് തുറന്നു കൊടുത്ത് അവരെയും ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത്തരത്തിൽ അർഹതയുള്ള ആളുകളെ നമുക്ക് അവരെ മനസ്സിലാക്കാനോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ കഴിയില്ല. ആ സമയം എന്താണ്, അതായത് കയ്യൂക്കുള്ള ആളുകൾ കാര്യക്കാരാവും എന്ന് പറയുന്ന പോലെ തന്നെ
സമൂഹത്തിൽ കുറച്ചുകൂടെ പിടിപാടുള്ളവരും അവർ ഉയർന്നുയർന്നു പോവുകയും താഴെത്തട്ടിലുള്ള ആളുകൾ സ്ഥിരമായി ആ അവസ്ഥയിൽ തന്നെ തുടരുന്ന ഒരവസ്ഥയും വരും. ഇത് സുരക്ഷിതമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഗുണകരമായ കാര്യമല്ല. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കേണ്ടുന്ന പല അവകാശങ്ങളെയും നമുക്ക് ലഭിക്കേണ്ടുന്ന പല റിസർവേഷൻസിനെയും ഇല്ലാതാക്കുന്ന ഒരു ഐഡിയോളജിയാണ് എന്ത് ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്. അവർ അബ്സല്യൂട്ട് ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കും. നമുക്ക് കേൾക്കുന്ന മാത്രയിൽ ഓക്കെ അങ്ങനെ തന്നെയല്ലേ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ മറ്റെല്ലാ രംഗങ്ങളിലും നമ്മൾ പുരുഷന്മാരെക്കാട്ടിലും ഒക്കെ നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. അതേസമയം ജൈവികമായിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടീസൊക്കെ നമ്മൾ നിർവഹിക്കൽ നമ്മുടെ മേൽ നിർബന്ധം. കാരണം അത് നമുക്കേ ചെയ്യാൻ കഴിയുള്ളൂ. അത് നമ്മൾ ചെയ്യുന്നതോടൊപ്പം ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ സമയത്ത് നമ്മൾ ജോലിക്ക് പോകണം, ആ സമയത്ത് നമ്മൾ ഏൺ ചെയ്യണം. നമ്മൾ എടുക്കുന്ന ഈ റിസർവേഷൻസ് സ്വീകരിക്കുന്നതോ നമുക്ക് ലഭിക്കുന്ന പരിഗണനകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതോ ഒരു എന്തോ മോശം കാര്യം പോലെ ചിത്രീകരിക്കുകയാണ്. അതാണ് നമ്മളുള്ളിലൊക്കെ ഉള്ളൊരു ബോധമാണത്. കാരണം നമുക്കൊരു തരത്തിലൊരു അപകർഷതാബോധം അറിയാതെ നമ്മൾ ഉള്ളിൽ കുത്തിവെക്കും. പിന്നെ ഓക്കെ, നമ്മൾ ഈ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കേണ്ടുന്ന നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള പല റിസർവേഷൻസും ആണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം നമ്മൾ ഈ ജെൻഡർ ന്യൂട്രൽ സംഭവങ്ങളൊക്കെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ നമ്മളിപ്പോൾ കോഴിക്കോട് ബാലുശ്ശേരിയിലൊരു യൂണിഫോമുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ അവരുടെ ഗേൾസ് ഹൈസ്കൂൾ അവരെ യൂണിഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നമ്മൾ ഈ ഒരു ചർച്ച ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്. കുട്ടികൾ പാൻസും അതേപോലെ ഷർട്ടും ധരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം? അതിനെ എതിർത്ത ആളുകളോടൊക്കെ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ കേവലം പെൺകുട്ടികൾ ഒരു പാൻസും ഷർട്ടും ധരിച്ചു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നം. നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് പുരുഷൻ്റെ വസ്ത്രമായിട്ടുള്ള പാൻസും ഷർട്ടും സ്ത്രീകളെ മേൽ കൊടുക്കുക, അതായത് ഗേൾസ് ഇത് ധരിക്കട്ടെ, അത് കംഫർട്ടബിൾ ആയിട്ടുള്ള യൂണിഫോം ആയിട്ട് അതിനൊക്കെയാണ്. അപ്പം നമ്മുടെ പെൺകുട്ടികൾക്ക് നമുക്കറിയാലേ എത്രത്തോളം നമുക്കത് കംഫർട്ടബിൾ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ ഇതൊരു തരത്തിലുള്ള, അതായത് ഇപ്പോൾ ഈ പാൻസും ഷർട്ടും ധരിക്കുന്നതാണോ ഒരു പെൺകുട്ടിക്ക് എന്താണ് കംഫർട്ടബിൾ ആയിട്ട്, അല്ലാത്ത വസ്ത്രമാണോ ധരിക്കുന്നത്, നമുക്കുള്ളൊരു ചോയ്സിനെ പോലെ എന്ത് ചെയ്യാണ് അവിടെ. അതായത് പുരുഷൻ്റെ സാധനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് അതപ്പോൾ ഒരു മൊത്തത്തിലൊരു ഈക്വാലിറ്റി വരും, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥ വരും. അപ്പോൾ അത് എന്തുകൊണ്ട് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള വസ്ത്രമാക്കി മാറ്റുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാസങ്ങളൊക്കെ വന്നിരുന്നു. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ എന്താണ് അതൊരു ചോദ്യം തന്നെയാണ് അല്ലേ. പുരുഷൻ ഇങ്ങനെ റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾ അതിലേക്ക് വരൂ. അതിലേക്ക് വരുന്ന സമയത്താണ് പുരോഗമനമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മളൊരു ന്യൂട്രൽ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങൾ സ്ത്രീകളുടേതായിട്ടുള്ള അടയാളങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള വസ്ത്രധാരണം നിങ്ങൾ സ്വീകരിക്കുന്നത് അതൊരു തരത്തിൽ മോശമാണ് എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പിന്നിലുള്ള അജണ്ടകൾ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ പോലുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാഠപുസ്തകങ്ങളിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റുകളടക്കം വ്യത്യസ്തമായിട്ടുള്ള അജണ്ടകൾ, അത്തരം നിഷ്കളങ്കമായിട്ടുള്ള നീക്കങ്ങളല്ല നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഇത്തരം ആക്ടിവിസ്റ്റുകളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾക്ക് നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള ക്യാമ്പസുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതുമണ്ഡലങ്ങളിലെ ചർച്ചകളിലൊക്കെ അംഗങ്ങളായിട്ടുള്ള നമുക്ക് വരുന്ന വലിയൊരു തെറ്റിദ്ധാരണ ഞാൻ നേരത്തെ സൂചിച്ചതുപോലെയുള്ള നമ്മളെ ഫെമിനിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളെ കോൺസെപ്റ്റുകളിലാണ് വലിയ പ്രശ്നം വരുന്നത്. നമുക്കും അവരെ പോലെ ആവണം എന്നുള്ളതിലപ്പുറം അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ഈ സ്വത്തം, നമ്മുടെ ഈ ഒരു പെൺമയെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളൊരു മോശമായി കാണേണ്ട ഒന്നല്ല, അല്ലാഹു ആദരിച്ചിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നമ്മൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോവാതെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ജനറൽ ഇക്വാലിറ്റി നമ്മൾ പൂർണ്ണമായി നമ്മൾ എന്തല്ല ഈ സമത്വത്തിനെതിരല്ല അല്ലേ. കാരണം സമത്വം വേണ്ട ഇടങ്ങളുണ്ട്. ഇപ്പോൾ ജനറൽ ഇക്വാലിറ്റി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, സ്കൂളിലെ അധ്യാപകനും ഒരേ സാലറിയാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. കാരണം അത്തരത്തിൽ ഒരേ അധ്വാനവും ഒരേ രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. അത് അവസരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരേപോലെ എന്ത് ചെയ്യുക, അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നമ്മളൊരു തരത്തിലുള്ള അവസര സമത്വം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെ ഇക്വാലിറ്റിക്ക് പകരം നമ്മൾ ഇക്വിറ്റി എന്നൊരാശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നതിലൂടെ
കൃത്യമായൊരു നീതി നിർവഹണം നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. അന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ അനുകരണത്തിലേക്ക് പോകുമ്പം നമ്മുടെ അവകാശങ്ങളെ തന്നെയാണ്, നമ്മുടെ അവകാശങ്ങളെ ഹനിക്കാൻ വേണ്ടി നമ്മൾ തന്നെ അതിനു വേണ്ടി വാദിക്കുന്നവരായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഓരോ IGM-കാരുടെയും ദൗത്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പെൺകുട്ടികളാണല്ലോ, നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒന്നല്ലെങ്കിൽ അഡോളസൻസ് കഴിയാനായ ആളുകൾ അല്ലെങ്കിൽ അഡൾട്ട് കാറ്റഗറിയിലേക്ക് കയറിയ ആളുകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുള്ളിൽ ഒരു വാർണിംഗ് അലാം ഇങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ചെറുതായിട്ട്. അയ്യോ കല്യാണപ്രായമായി. ചിലപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് കുറച്ച് വലിയ ശബ്ദത്തിൽ തന്നെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി. അയ്യോ എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ ഡ്രീംസ്, എൻ്റെ പ്രൊഫഷൻ ഇതൊക്കെ നിൽക്കും. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ അതിനപ്പം തന്നെ സൊല്യൂഷനുമായി കല്യാണം കഴിക്കേണ്ട. അങ്ങനെ ചിന്തിച്ച് കല്യാണം എന്നുള്ളതൊരു ഔട്ട്ഡേറ്റഡ് ട്രെൻഡായി മാറിയിട്ടുണ്ട്. ശരിക്കും കല്യാണം എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്കും അവളുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെ ഒരു കടിഞ്ഞാണിടുന്ന ഒരു മൂക്കുകയറാണോ? അപ്പോൾ സുമയ്യ പറഞ്ഞ പോലെ ഇവിടെ കല്യാണപ്രായമായിട്ടുള്ള അല്ലെങ്കിൽ 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തിരിക്കും, പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പം ആളുകൾ എന്ത് ചെയ്യും, ചോദിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പം എന്നാണ് എൻ്റെത്, അല്ലെങ്കിൽ ഞങ്ങളൊരു കല്യാണം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്താണ്, സ്വാഭാവികമായിട്ട് നമ്മളെ ഉള്ളിൽ നമുക്ക് ആ ചോദ്യം ചോദിക്കുന്ന ആളോടൊരു വെറുപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് വെറുതെ തോന്നുന്ന ഒരു കാര്യം മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പൊതുവേ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വഴി നമ്മളിലുള്ള സ്വാധീനം കാരണം ഉണ്ടായിട്ടുള്ള ഒരു തോന്നൽ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് റീസെൻ്റ്ലി നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറെ ആഘോഷിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു, കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ എന്താണ് വിവാഹത്തിന് മടിക്കുന്നു, അതുപോലെ പുരുഷന്മാർക്ക് എന്താണ് പെണ്ണ് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രോളുകളും മീമുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊരു പഠനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. തിരുവനന്തപുരം പട്ടം STO കോളേജിലുള്ള ഡോക്ടർ AT ജിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോരോഗ വിദഗ്ധൻ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇത്. വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവാഹം കഴിക്കാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേജർ റീസൺ ആയിട്ട് പറഞ്ഞു വെച്ച 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എന്താണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഒരു മടിയായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കുട്ടികളെ പരിപാലിക്കുക, ഗർഭധാരണം, ഇങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ എന്താണ് ഒരു വൈമുഖ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഗാമോഫോബിയ എന്നുള്ള ഒരു സൈക്കോളജിക്കലുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് കമ്മിറ്റ്മെൻറ്റുകളോടും അതുപോലെ വിവാഹത്തിനോടൊക്കെ ഉള്ളൊരു ഭയം. അപ്പോൾ ഇതെന്താണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷെ നമ്മളെ സമൂഹത്തിൽ ഇന്ന് പൊതുവെയുള്ള വിവാഹമേ വേണ്ട എന്നുള്ള ചിന്തയ്ക്ക് പിന്നിൽ ഈ ഒരു വിഷയം മാത്രമല്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു വിവാഹത്തോടു കൂടി നമ്മുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടമാകുമോ എന്നുള്ളൊരു പേടി എന്തുണ്ട് എല്ലാ പെൺകുട്ടികൾക്കുണ്ട്. അതുപോലെ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ദുരന്തമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതുപോലെ പുരുഷന് വേണ്ടി മാത്രമുള്ളതാണ് ഈ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ചിന്തയൊക്കെ എന്താണ് നമ്മുടെ ഉള്ളിൽ നല്ലോണം പന്തലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും എന്താണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഫിലിമുകളിലൂടെ, ഷോർട്ട് ഫിലിമുകളിലൂടെ, അതുപോലെ ചെറിയ ചെറിയ റീലുകളിലൂടെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു വിവാഹ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ്, അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ടോക്സിക് ആണ് എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഒരു വിവാഹത്തിന് മുൻപ് വരെ അനുഭവിച്ചിരുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അതുപോലെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ എന്താണ് അടിയറവ് പറയേണ്ട ഒന്നായിട്ട് വിവാഹങ്ങൾ മാറുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ആശയമാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എല്ലാവരുടെയും ഉള്ളിലും ഇങ്ങനൊരു തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട് വളർന്നു വരുന്നുണ്ട്, വിവാഹം വേണ്ട എന്നുള്ളത്. നമ്മുടെ നാട്ടിലുള്ള പുരോഗമനം കുറച്ച് കൂടിയ ആളുകളുടെ അടയാളം എന്ന് പറയുന്നത് കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ഒരു ആശയം, അല്ലെങ്കിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി അതുമല്ലെങ്കിൽ നേരത്തെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരാളെ കാണുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത പോലുള്ളൊരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കാം,
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളൊക്കെ അധികം ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. പ്രണയിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മളെ കൂടെയൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ്, ഇവരൊക്കെ വലിയ സംഭവമാണ്. ഇനി അതേ സ്ഥാനത്ത് കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണ്, ഇപ്പോൾ ഒരു 18-19 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ എന്താണ്, അവരെന്തോ കുറ്റം ചെയ്ത പോലെ, അല്ലെങ്കിൽ അവർ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയ ആളുകളെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, സമീപിക്കുന്നത്. അപ്പോൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിയാൽ നേരത്തെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മളില്ല എന്നാണ് മിക്കവാറും ആളുകൾ പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, പുരോഗമനത്തിൻ്റെ ആളുകൾ അതിൻ്റെ ഒരു അളവുകോലായി കാണുന്നതാണ് എന്ത്, ഈ വിവാഹം വേണ്ട, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ആരും തടസ്സമൊന്നും ഇടണ്ട എന്ന് പറയുന്ന ഒരാശയം. ഇപ്പോൾ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരാളുടെ കൺസെൻറ്റോട് കൂടി സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് എന്താണ്, 12 വയസ്സാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 12 വയസ്സാകുമ്പോൾ നമ്മൾ പഠിക്കുന്ന എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് വിവാഹം കഴിക്കാനുള്ള പ്രായം എത്രയാണ്, 18 വയസ്സാണ്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, 18 വയസ്സായി ആ സമയത്ത് വിവാഹം കഴിച്ച ഒരാളോടുള്ള, ഒരു പെൺകുട്ടിയോടുള്ള സമീപനം എന്താണ്, അത് അയ്യേ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇവരെന്താ ഇത്ര നേരത്തെ ഇത് ചെയ്ത് എന്നുള്ള പോലെയാണ് അവരെ കാണുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് എന്താണ്, കൺസെൻറ്റോട് കൂടിയുള്ള ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനെയൊക്കെ എന്താണ്, പുരോഗമനവാദികൾ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിലുള്ളൊരു വിരോധാഭാസം നമ്മൾ എന്താണ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള കൺസേണുകൾ എന്താണ്, നമ്മുടെ പഠനം സ്റ്റോപ്പായി പോകും, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കുടുംബങ്ങളിലൊക്കെ ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള ചർച്ച വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ വിവാഹമൊന്നും ഇപ്പോൾ വേണ്ട, ജോലിയൊക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ലഭിച്ചതിന് ശേഷം മാത്രം മതി വിവാഹം എന്നുള്ളൊരു ആശയമാണ് നമ്മളെല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ലിബറൽ ചിന്തയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇനി നമ്മൾ വിവാഹം കഴിക്കണമെന്ന് ആലോചിക്കുന്ന, ഒരു ജോലി കിട്ടുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, തൊഴിൽ രഹിതരായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ജോലി കിട്ടുന്നവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഇപ്പോൾ 35-ഓ 40-ാമത്തെയോ വയസ്സിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ അത്രയും കാലം ഒരാൾ വിവാഹം കഴിക്കാൻ കാത്തിരിക്കണമെന്നാണോ ഈ ലിബറൽ ആശയം പറയുന്നതെന്ന് ചിന്തിച്ച് നോക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതുവരെയുള്ള ഒരാളുടെ ബയോളജിക്കലായിട്ടുള്ള നീഡ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഒപ്രസ് ചെയ്ത് ജീവിക്കണം എന്നാണോ പറയുന്നത്? അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. നമ്മൾ വിവാഹം വൈകിപ്പിക്കുന്നത് മൂലം വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി ലേറ്റ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിലൊരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ക്രോമസോമൽ ഡിസോർഡറുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് വൈകിയുള്ള പ്രഗ്നൻസിയിലൊക്കെ ഉള്ള കുട്ടികൾ, ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നൊരു വിഷയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് വിവാഹം വൈകിപ്പിക്കുന്നതൊക്കെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ആധുനികതയുടെ ഒരു മുഖമുദ്രയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, സ്ത്രീയെ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ അടർത്തി മാറ്റിയെടുത്തിട്ട് കരിയർ എന്നുള്ളൊരു ഗോളിൽ മാത്രം എന്ത് ചെയ്യുക, തളച്ചിടുന്നത് എന്നുള്ളതാണ്. അപ്പം ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയത് മുതലാണ് ഇത്തരം ആശയങ്ങൾ നമ്മളും എന്ത് ചെയ്തത്, ആകൃഷ്ടരായി തുടങ്ങിയും ഇതിനെ നമ്മൾ എന്ത് ചെയ്തത്, ഫോളോ ചെയ്യാനും തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം, മാതൃത്വം എന്നുള്ളത് വളരെ മഹത്വമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ അത്രയൊന്നും ഗ്ലോറിഫൈ ചെയ്യേണ്ട എന്നുള്ള ഒരു ആശയമാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതല്ലെങ്കിൽ ഒരു സ്ത്രീ അമ്മയാവുക എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, അത്രമേൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ മാതാവും ഒരു കുട്ടിയെ പ്രസവിക്കുന്നതും ആ കുട്ടിയെ പരിപാലിക്കുന്നതും വളർത്തുന്നതും ഒക്കെ. അപ്പോൾ ഒരു പെൺകുട്ടി, അതായത് അവളുടെ ചോയ്സ് അനുസരിച്ച്, ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു ഉമ്മയായിട്ട് എൻ്റെ കുട്ടികളെ നോക്കി ഞാൻ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനെ എന്താണ്, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് അല്ലാത്ത ഒരാളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഒരു സ്ത്രീയുടെ അഭിമാനം എന്നുള്ളത് അവളുടെ ജോലിയുമായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ബന്ധപ്പെടുത്തി വെക്കുന്നത്. ഒരു സ്ത്രീ ജോലിയുള്ളവളാണെങ്കിൽ മാത്രമേ അവൾക്ക് അന്തസ്സുള്ളൂ, അഭിമാനമുള്ളൂ, അവൾക്കൊരു വ്യക്തിത്വ ബോധമുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്വത്വബോധമുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അതല്ലാതെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ അത്രക്കൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നോക്കി കാണുന്നത്. അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്, ജോലി കിട്ടൽ അനിവാര്യമാണ്, നിർബന്ധമാണ് എന്നുള്ളൊരാശയം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിവാഹത്തോടൊക്കെ ഉള്ള ഒരു വിമുഖത അധികരിച്ച് വരുന്നത് എന്നുള്ളതാണ്.
സത്യമായിട്ട് നമ്മളൊരു വിവാഹം കഴിക്കുന്നതോടുകൂടി നമ്മളെ പ്രയോറിറ്റികൾ മാറുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു സ്ത്രീക്ക് ഓപ്ഷണലാക്കി കൊടുക്കുന്നുണ്ട്. അവൾക്ക് എന്താണ് നിർബന്ധമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമല്ല അത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഈ ഒരു പുരോഗമന സമൂഹം എന്താണ്, ജോലി എന്നുള്ളത് സ്ത്രീയുടെ മേൽ നിർബന്ധിതമായിട്ടുള്ളൊരു ഘടകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, വിവാഹം ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറേ മെത്തേഡുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഒരു ഫ്രീ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ലിവിങ് ടുഗദർ, വൺ നൈറ്റ് സ്റ്റാൻഡ് പോലുള്ള കാഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വിവാഹം അല്ലെങ്കിൽ ലിവിങ് ടുഗദർ പോലുള്ള ബന്ധങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാം, വിവാഹം എന്നത് ഒരു കരാറാണ്. അത് രണ്ട് വ്യക്തികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അല്ല, രണ്ട് കുടുംബങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു കരാറാണ്, അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കരാറാണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് ഏത് സമയവും അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഇറങ്ങിപ്പോവാം എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റായി പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, അപ്പം പുരോഗമനവാദികൾ പറയുന്നത് വിവാഹം എന്നത് പുരുഷന് മാത്രം ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം കാഷ്വൽ റിലേഷൻഷിപ്പുകളാണ് എന്ത്, പുരുഷന് മാത്രം ബെനിഫിറ്റ് നൽകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലിവിങ് ടുഗദറിൽ നമുക്ക് നോക്കിയാൽ അറിയാം, അപ്പോൾ അതിൽ രണ്ടുപേര് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്ത്രീ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ ആ പുരുഷന് എന്ത് ഉത്തരവാദിത്തമില്ല, ആ കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ചുമതല ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവിടെ വരുന്നില്ല. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു അവസ്ഥ നോക്കുക, ഈ ഒരു കുട്ടിയെ വളർത്തണം, പരിപാലിക്കണം, ആ ചുമതലകളൊക്കെ എന്ത് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഫിനാൻഷ്യലായിട്ട് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ മേലെ വരുന്നുണ്ട്. അപ്പോൾ സിംഗിളായിട്ട് കുട്ടികളെ നോക്കുന്ന മാതാക്കളുടെ എണ്ണം എന്ത് ചെയ്യുന്നു, വർദ്ധിച്ചു വരുന്നുണ്ട് ഇത്തരം റിലേഷൻഷിപ്പുകളിലാവുന്നവരുടെ അവസ്ഥയിൽ. അപ്പോൾ ഈ ഒരു പുരുഷനെ നോക്കുക, പുരുഷൻ എന്ത് ചെയ്യുന്നു, വേറൊരു സ്ത്രീയെ നോക്കി പോകും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായുള്ളൊരു ജീവിതം നയിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ ഉള്ളത്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒറ്റയടിക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബം എന്നുള്ള ആശയത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്ലാമിലെ കുടുംബത്തിലെ എന്താണ് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ കടമകൾ ചെയ്യുക അങ്ങനെയുള്ള രീതിയിലല്ല, നമ്മൾ എന്നുള്ളൊരു ആശയത്തിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും റോളുകൾ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ വഴിയുള്ള ഒരു നല്ല ജീവിതമാണ് കുടുംബ ജീവിതത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇൻഡിവിജ്വലിസം ആണ് വിവാഹത്തിനോട് നമുക്ക് എതിർപ്പ് തോന്നാനുള്ള മറ്റൊരു കാരണം. അതായത് എൻ്റെ കാര്യങ്ങൾ നടക്കണം, അതിന് തടസ്സമാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് ഭംഗി പോകും ഒരു കുട്ടിയെ പ്രസവിച്ച്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിവാഹത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ ഒരു കുടുംബം എന്നൊരു ആശയത്തിൻ്റെ മഹത്വം എന്താണുള്ളത്. ഇവിടെ എല്ലാവരുടെ മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ, പുരുഷൻ, അതുപോലെ കുട്ടികൾ, അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകൾ എന്നൊക്കെ. അപ്പം പുരോഗമനവാദികൾ പറയുന്ന പോലുള്ള ഇൻഡിവിജ്വലിസം മാത്രമാണ് നമ്മളെ സമൂഹത്തിലുള്ളതെങ്കിൽ എന്താണ്, വൃദ്ധരായിട്ടുള്ള ആളുകളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാഷ്വലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളും ഒരു നല്ല കുടുംബ അന്തരീക്ഷമുള്ള അവിടുന്ന് വരുന്ന കുട്ടികളും തമ്മിൽ വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വൈ മാരേജ് മാറ്റർ എന്നുള്ളൊരു സ്റ്റഡി ഉണ്ട്. അപ്പോൾ അതിലൊരു 30ഓളം കാരണങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള രണ്ട് റിലേഷൻഷിപ്പുകളിലുമുള്ള വ്യത്യാസങ്ങളെ പറ്റി. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഇപ്പം പാരൻസ് സെപ്പറേറ്റഡ് ആയി അങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ സ്വഭാവങ്ങളിൽ എന്തുണ്ട്, പ്രകടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുടുംബം എന്നുള്ളത് എന്താണ്, സുരക്ഷിതത്വം നൽകുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ്. അപ്പം ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ വൈമുഖ്യം കാണിക്കുന്നത് നമ്മളെ സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെ യഥാർത്ഥത്തിൽ വളരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാമൂഹികപരമായിട്ടുള്ള അരാജകത്വങ്ങൾ വർദ്ധിക്കുന്നതിനും അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരണമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള മാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് ഒരു കൊട്ട് കിട്ടിയ പോലെ ഉണ്ടാവില്ലേ. എനിവേ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെയും അവിടെ ഇരിക്കുന്ന നിങ്ങളെയും സിമിലർ ആക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വസ്ത്രധാരണ. അതുപോലെ തന്നെ സമൂഹത്തിന് മുമ്പിൽ ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഗ്രൂപ്പ്, നമ്മളെ പെൺകുട്ടികളെ വ്യത്യസ്തരാക്കുന്നതും നമ്മുടെ വസ്ത്രധാരണയാണ്. വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയും. അപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മളൊരു ഔട്ട്ലുക്ക് നോക്കി നമ്മൾ ജഡ്ജ് ചെയ്യുമല്ലോ. അതായത് നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത്
നമ്മുടെ ചിന്തകളുടെ റെപ്രസെൻറ്റേഷനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രോഗ്രസീവിസത്തിനെ ഏറ്റവും കൂടുതൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂഡിറ്റിയാണ്. അതായത് എത്രത്തോളം എക്സ്പോസ് ചെയ്യുന്നോ അത്രത്തോളം പ്രോഗ്രസീവായി എന്നാ പറയാം. അപ്പോൾ മറ്റൊരു സൈഡ് നോക്കുക, നമ്മൾ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സർവശക്തനായ പടച്ചവൻ നമ്മളോട് പറഞ്ഞത് നീ നിൻ്റെ മുഖവും മുൻകൈയും ഒഴികെ എല്ലാ ഭാഗവും മറക്കുകയും ശിരോവസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിയുടെ കണ്ണിൽ നമ്മളെന്താ വളരെ പ്രാചീന കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതായത് അന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ആവശ്യം, എന്തിനാണ് ഇങ്ങനെ മൂടി വെക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഇസ്ലാം എന്നുള്ളത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും അത് വളരെ റെലവൻ്റായി നിൽക്കുന്ന ഒരു മതമാണെന്നുള്ളത്. അപ്പം എന്തായിരിക്കും ഇസ്ലാമിന് വസ്ത്രദാനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്? വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഐഡൻറ്റിറ്റിയാണ് എന്നാണ് സുമയ്യ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുകയാണെങ്കിൽ അയാളെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാളൊരു പോലീസുകാരനാണ്. നമ്മൾ അയാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നില്ലല്ലോ നിങ്ങളൊരു പോലീസുകാരനാണോ, കാരണം അയാളുടെ വസ്ത്രത്തിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇയാളൊരു പോലീസുകാരനാണ് എന്ന്. ഇനി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ നഴ്സുമാരെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവരൊരു നഴ്സാണ് എന്നുള്ളത്. വസ്ത്രത്തിലൂടെ അവരുടെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും അവർ ധരിക്കുന്ന വസ്ത്രത്തിലൂടെ അവർ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് എൻ്റെ അഡ്രസ്സ് എന്താണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ ഏത് തരത്തിലുള്ള ആശയത്തെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്. മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ച് സുമയ്യ പറഞ്ഞ പോലെ തന്നെ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹിജാബ് ധരിക്കാനും മാറിടത്തിലേക്ക് ആ ഹിജാബ് താഴ്ത്തിയിടാനും മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മുഴുവൻ മറക്കണം എന്നുമാണ്. എന്നാൽ ഇത് ഇന്നത്തെ കാലത്ത് 19-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടാത്ത ഒരാശയമായിട്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ ഉണ്ടായ അന്ന് മുതൽ, അതായത് ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വ ബീവിയെയും പടച്ച റബ്ബ് സൃഷ്ടിച്ച സമയത്ത് അവരുടെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ള ഒരു കാര്യം അവരുടെ നഗ്നതാ ബോധമാണ്. പിന്നീട് ഭൂമിയിലേക്ക് മനുഷ്യരെത്തിയപ്പോൾ ഭൂമിയിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കും ഉള്ളിലുണ്ട് അവരുടെ നഗ്നതാബോധം. അത് പ്രകൃതിദത്തമായിട്ട് പടച്ച റബ്ബ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് അന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അവരുടെ നഗ്നത മറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, മുമ്പ് കാടുകളിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അവർ ഇലകളും പുല്ലുകളും ഒക്കെ വെച്ചിട്ട് അവരുടെ നഗ്നത മറക്കുമായിരുന്നു എന്നുള്ളത്. അത്തരത്തിൽ മനുഷ്യൻ എന്നു തൊട്ടുണ്ടായോ അന്ന് മുതൽ നഗ്നത എന്നത് അവൻ്റെ ഒരു സ്വകാര്യമായ കാര്യമായിട്ട് തന്നെയാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. അതങ്ങനെയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ സിസ്റ്റം. എന്നാൽ ഈ മനുഷ്യന്മാർ പിന്നീട് പല സംസ്കാരങ്ങളിലേക്കും നദീതടങ്ങളിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്ത് പല വിഭാഗങ്ങളായി ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് അവരവരുടെ സംസ്കാരത്തിന് അനുസൃതമായ അല്ലെങ്കിൽ കാലാവസ്ഥക്ക് അനുസൃതമായ അവരുടെ പ്രാദേശികമായ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. എന്നാൽ അന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സംസ്കാരത്തെയാണ് എന്നൊരു അഭിമാന ബോധം മനുഷ്യരിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ ചോയ്സാണ്. അയാൾ സെലക്ട് ചെയ്യുന്നതാണ്. അയാൾക്ക് ഇന്ന വസ്ത്രം ധരിക്കണം എന്ന് തോന്നുന്നത് കൊണ്ടാണ് അയാൾ ധരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് പൂർണ്ണമായും നഗ്നത മറക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ മറക്കട്ടെ, അങ്ങനെ ചെയ്യണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ അങ്ങനെയും ചെയ്യട്ടെ. യഥാർത്ഥത്തിൽ വസ്ത്രം നമ്മളുടെ ചോയ്സ് ആണോ എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബേഴ്സ് പറയുന്ന റിവ്യൂസ് നോക്കും, ഇൻസ്റ്റഗ്രാം റീൽസിൽ റിവ്യൂസ് നോക്കും, ആമസോണിലും ഫ്ലിപ്കാർട്ടുകളിലും കയറിയിട്ട് അതിൻ്റെ താഴെ ഇത് വാങ്ങിയിട്ടുള്ള ആളുകൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് എന്ന് നമ്മൾ കൃത്യമായി ഗവേഷണം നടത്തിയിട്ടാണ് കേവലം ഒരു മൊബൈൽ ഫോൺ പോലും നമ്മൾ വാങ്ങുന്നത്. അത്തരത്തിലാണ് സ്ത്രീയുടെ വസ്ത്രധാരണത്തെയും നമ്മുടെ മുമ്പിലേക്ക് പുരോഗമനവാദികൾ എത്തിച്ചിട്ടുള്ളത്. സ്ത്രീകളാൽ തന്നെ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ പറ്റുന്ന അത്ര നിങ്ങളുടെ ശരീരത്തിലെ വസ്ത്രത്തെ മാറ്റിവെക്കൂ, അപ്പോഴാണ് നിങ്ങൾ പ്രോഗ്രസീവായ ഒരു സ്ത്രീയാകുന്നത്. അപ്പോൾ മാത്രമാണ് സമൂഹം നിങ്ങളെ ഏറ്റവും നല്ല ഒരു സ്ത്രീയായി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തയായ ഒരു സ്ത്രീയായി അംഗീകരിക്കുന്നത് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ മാത്രമാണ് എന്നാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിലുള്ള ഒളി അജണ്ടകൾ എന്തെല്ലാമാണെന്നാണ്.
നമുക്കറിയാം, മുതലാളിത്ത വ്യവസ്ഥകളും കോർപ്പറേറ്റുകളും അവരുടെ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി പാട്രിയാർക്കിയിൽ ഏറ്റവും കൂടുതൽ, അതായത് പാട്രിയാർക്കിയെ പറ്റി പല വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളാവട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണുമ്പോൾ അതിന് ആങ്കർ ചെയ്യുന്ന ഒരു പുരുഷനും സ്ത്രീയും ഉണ്ടെങ്കിൽ ആ പുരുഷൻ പൂർണ്ണമായും അയാളുടെ നഗ്നത മറച്ച് ഫുൾ സ്ലീവ് ഉള്ള ഒരു കോട്ടും സ്യൂട്ടും ഇട്ടിട്ടും സ്ത്രീ എത്രത്തോളം എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ ആരുടെ ആവശ്യമാണ് സ്ത്രീയുടെ നഗ്നത കാണുക എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും ഇതിന് പിന്നിലുള്ളത് പുരുഷന്മാരുടെ താല്പര്യമാണ്. മുതലാളിത്ത വ്യവസ്ഥകളിലുള്ള പുരുഷന്മാർക്ക് അവർക്ക് കുറച്ച് സമയത്തേക്ക് ആസ്വദിക്കാൻ എന്ന വണ്ണമാണ് സ്ത്രീയോട് പറയുന്നത്, നീ വസ്ത്രത്തിൻ്റെ അളവ് കുറക്കുമ്പോൾ മാത്രമാണ് നീ ഒരു പ്രോഗ്രസീവായ സ്ത്രീ ആകുന്നത് എന്നുള്ളത്. നമ്മുടെ വസ്ത്രത്തിൻ്റെ അളവ് എത്രത്തോളം കുറയുന്നോ നമ്മുടെ നഗ്നത കാണിക്കുക എന്നുള്ളത് ഒരു അഭിമാനത്തോടെ കാണേണ്ട ഒരു കാര്യമായിട്ടാണ് ഇന്ന് സമൂഹത്തിന് മുമ്പിൽ ഈ ആധുനികവാദങ്ങളും ഫെമിനിസവും ഒക്കെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹൈക്കോടതി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, നഗ്നമാറിതം അശ്ലീലമല്ല എന്ന് പറഞ്ഞിട്ട്. അത് നടക്കുന്നത് നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലുള്ള പല ഫെമിനിസ്റ്റുകളും പല രീതിയിൽ അതിനെ ആഘോഷിച്ചിട്ടുണ്ട്. അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായി അല്ലെങ്കിൽ അതിനൊരു റിസൾട്ടായി ഞങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിയിലാണ് അവരതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാൽ ഇതേ കേരളത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് സ്ത്രീകൾ അവർക്ക് മാറുമറക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ മാറുമറക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനു വേണ്ടി ശക്തമായി പോരാടിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന ചാന്നാർ ലഹള കേരളത്തിലാണ് അത് നടന്നിട്ടുള്ളത്. കേരളത്തിലെ ജന്മിമാർ അന്ന് സ്ത്രീയോട് പറഞ്ഞത്, നീ ഒരിക്കലും നിന്റെ മാറിടം മറക്കരുത്, അത് പുരുഷൻ ആസ്വദിക്കാനായി നീ അത് തുറന്നിടണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കേരളത്തിൽ നഗ്നമാറിടം അശ്ലീലമല്ല എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്നതും സ്ത്രീകളാണ്. അന്ന് ഇതിനെതിരെ പോരാടിയിട്ടുള്ളതും സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളിൽ എന്തു മാറ്റമാണ് ഈ ഒരു കാലയളവിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തു മാറ്റമാണ് ഈ ഒരു വ്യവസ്ഥ നമ്മളിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പൊതുവെ എപ്പോഴും റെഫറൻസുകളായി സ്വീകരിക്കുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. പാശ്ചാത്യ രാജ്യങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ആശയങ്ങളെയും അവർ ഛർദ്ദിച്ചതിനെ അതേപോലെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ കേരള സമൂഹത്തിനുള്ളത്. ഫ്രാൻസിൽ ഒരു പഠനം പറയുന്നുണ്ട്, ഫ്രാൻസിൽ 100% സ്ത്രീകളും പബ്ലിക് ആയിട്ടുള്ള ഏരിയകളിൽ വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ അവർ ലൈംഗിക ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇരയാകുന്നുണ്ട് എന്നുള്ളത്. ഇനി അമേരിക്കയുടെ കേസാണെങ്കിലോ, നമ്മുടെ അടുത്ത റെഫറൻസ് ആയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിലെ 34% സ്ത്രീകളും ബലാത്സംഗം ചെയ്യാൻ ഇടവരുന്ന അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറാണ്. അത് നമ്മൾ അതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാടുകളിൽ, നമ്മുടെ സ്ത്രീകളിൽ, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വസ്ത്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്ലാം പറയാണ്, പടച്ച റബ്ബ് പറയാണ്, നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ള, എന്നെയും നിങ്ങളെയും ഏറ്റവും നന്നായി മനസ്സിലാകുന്ന, എനിക്കും നിങ്ങൾക്കും വായുവും വെള്ളവും ഭക്ഷണവും ആരോഗ്യവും വസ്ത്രവും എല്ലാം തന്നിട്ടുള്ള, നമുക്കൊരു കുടുംബത്തെ തന്നിട്ടുള്ള, ഹിദായത്ത് തന്നിട്ടുള്ള പടച്ച റബ്ബ് നമ്മളോട് പറയാണ്, നീ നിന്റെ വസ്ത്രം നിന്റെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നീ മറച്ചിരിക്കണം എന്ന് പടച്ച റബ്ബ് പറയുന്ന സമയത്ത് നമുക്കത് അനുസരിക്കാൻ പറ്റുന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നത് എന്താ? എവിടെയോ ഇരുന്ന് പല പുരുഷന്മാരും അവരുടെ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ പറയാ, പെണ്ണേ നീ നിന്റെ വസ്ത്രത്തിൻ്റെ അളവ് കുറക്കുമ്പോഴാണ് നീ പുരോഗമനമുള്ളവളാകുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അത് സ്വീകരിക്കാൻ ഒരു മടിയുമില്ല. എന്നാൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള പടച്ചോൻ നമ്മളോട് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ? നമ്മൾ ഒരു തരത്തിലും ഇസ്ലാം സ്ത്രീക്ക് ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യവും നൽകുന്നില്ല. സ്ത്രീയെ അടിച്ചമർത്തുകയാണ്, അവളെ മുഴുവനായി മൂടി പുതച്ചുകൊണ്ട് നടത്തിക്കുകയാണ് ചെയ്യുന്നത്. പുരുഷൻ്റെ താല്പര്യത്തിന് വേണ്ടി, പുരുഷൻ്റെ സ്വാർത്ഥതയാണ് അവിടെ സ്ത്രീയെ മൂടി പുതപ്പിച്ച് കിടക്കുന്നത് എന്നുള്ളത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്, നമുക്ക് അറിയുന്നതാണ്, അള്ളാഹുവാണ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. പടച്ച റബ്ബ് പറഞ്ഞത് സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണ് എന്നാണ്. സ്ത്രീക്കും പുരുഷനും പടച്ച റബ്ബ് തുല്യ നീതി നൽകിയിട്ടുണ്ട്. അവിടെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് പടച്ചോൻ കൊടുത്തിട്ടുള്ളതാണ്. അവർക്കൊരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചാൽ പോലും അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ലൈംഗിക ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കും. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു
പുരുഷൻ തൻ്റെ താല്പര്യമില്ലാതെ ഒരു പുരുഷൻ തന്നെ നോക്കുന്നത് പോലും സ്ത്രീകൾക്ക് വെറുപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ നമ്മളെ വൃത്തികെട്ട രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം സ്ത്രീകളുടെ ഉള്ളിൽ അവരുടെ എല്ലാ സ്വകാര്യതയും അവരുടെ പുരുഷന് വേണ്ടി മാത്രം അവൾ കരുതി വെച്ചിട്ടുള്ളതാണ്. പടച്ച റബ്ബ് അങ്ങനെയാണ് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായി അറിയുന്ന നമുക്ക് എന്തുകൊണ്ടായിരിക്കും ഇത് അനുസരിക്കാൻ മടിയുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഈ പുരോഗമനവാദികളോട് നമുക്ക് പറയാൻ പറ്റണം, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണ്, അബ്ദുള്ള, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ റബ്ബ് എന്നോട് മറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറച്ചിരിക്കും. നിങ്ങളും അടിമകളാണ്. നിങ്ങൾ ആരുടെ അടിമകളാ? നിങ്ങൾ കോർപ്പറേറ്റുകളുടെ അടിമകളാ. അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ തുറന്നിടുകയാണെങ്കിൽ ചെയ്തോളൂ. എന്നാൽ എൻ്റെ റബ്ബ് എന്നോട് എൻ്റെ ശരീരത്തെ മറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും. അതൊരിക്കലും ഒരു മോശപ്പെട്ട കാര്യമായിട്ടല്ല, പകരം എനിക്കതിൽ അഭിമാനമാണ് ഉള്ളത് എന്ന് ഓരോ IGM-കാരിക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ ആരോടും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അത്തരത്തിൽ ധൈര്യമുള്ള പെൺകുട്ടികളായിട്ട്, പെൺകരുത്തുകളായിട്ട്, ഭാവിയിലെ നല്ല വാഗ്ദാനങ്ങളായിട്ട് നമുക്ക് മാറാൻ പറ്റട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരിക്കും ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് കാലമായി സംസാരിക്കുന്നതാണ്. പക്ഷേ ഇനിയും അതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്, അല്ലേ? എല്ലാ കാലത്തും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വസ്ത്രധാരണം. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്തത്? വസ്ത്രധാരണത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ശരിക്കും നിങ്ങൾ അടിച്ചമർത്തുകയാണ് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ഒരു 2 മീറ്റർ തുണി തടഞ്ഞു വെക്കുന്ന അത്രയും ദുർബലമാണോ നമ്മൾ പെണ്ണുങ്ങളുടെ ചിന്താഗതി? അല്ലെങ്കിൽ നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് ഈ ഒരു 2 മീറ്റർ തുണിക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണോ? അത്ര മാത്രം ചോദിച്ചാൽ മതി. അത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ചോദ്യങ്ങളും നമ്മുടെ ഓരോ പെരുമാറ്റവും വേണം അവരുടെ ഉള്ളിൽ ഒരു സത്യത്തിൻ്റെ ഒരു വെളിച്ചം വിരിയിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ ഇതുവരെ നമ്മളോട് സംസാരിച്ച 3 പേർക്കും ഐഷ ഹുദ, നദ, നസ്രീൻ, അസ്ന, നാസർ എന്നിവർക്ക് നന്ദി പറയാണ്. നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ തീരെയാണ്. നമുക്കറിയാം നമ്മളെല്ലാ ടോപ്പിക്കും ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ എന്ന്. സമയത്തിൻ്റെ ഒരു പരിമിതിയാണത്. പക്ഷേ ഇത് നിങ്ങൾക്കൊരു റിമൈൻഡറാണ്. അതായത് ഈ ഒരു കാര്യങ്ങൾ ഇനിയും നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇനിയും കൂടുതൽ നമ്മൾ അറിയണം എന്നുള്ളതിൻ്റെ ഒരു റിമൈൻഡറാണ്. ഈ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് എടുക്കുന്ന വേറൊരു കാര്യമാണ് കറക്റ്റ് സോഴ്സ് അറിയണം. അതായത് ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഇൻഫോർമേഷൻ തരാൻ. ഇതിൽ സത്യമായത് എന്ത് എന്നുള്ളത് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സത്യത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്, നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് നമ്മളെടുത്ത് നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ്. പിന്നെ നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റൂല. ഇൻഷാ അല്ലാ നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങളുടെ ഈ ഒരു വിജ്ഞാന യാത്രയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 3 ഇൻസ്റ്റഗ്രാം പേജസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ടോണിക് ആണ്. ഈ ലിബറലിസത്തിൻ്റെ പല കാര്യങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് അൺമാസ്കിങ് അനോമാലീസ് ആണ്. ഇതിൽ പല പല ചർച്ചകളും കാര്യങ്ങളും ശരിക്കും നമ്മളെ മനസ്സിൽ വന്നു പോകുന്ന ഓരോ ക്വസ്റ്റ്യൻസും വരെ അവർ അതിൽ ചോദിക്കുന്നതാക്കും. നമുക്കതിങ്ങനെ റിസോൾവ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ നമ്മൾ ഓരോ പേഴ്സൺ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നമുക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ വ്യത്യാസപ്പെടും. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് IGM പാലക്കാടിൻ്റെ പേജിൽ ഒരു ടെക്സ്റ്റ് ചെയ്ത് അയച്ചാൽ മതി. നമ്മളതിന് കറക്റ്റ് സോഴ്സിൽ നിന്ന് കറക്റ്റ് ഡെഫിനിഷനും കറക്റ്റ് പ്രൂഫും കാര്യങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സിന് മറുപടി തരിക തന്നെ ചെയ്യും. ഈ ഒരു സെഷനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബോക്സ് വെക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ നമ്മളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. വാഹിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.